അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിൻ ശിറാറിൻ നാസി മൻ തുദ്രികുഹു അസ്സാഅതു വഹും അഹ്യാ. ജനങ്ങളിൽ ഏറ്റവും മോശക്കാരായ ആളുകൾ അന്ത്യനാൾ സംഭവിക്കുമ്പോൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരാണ്. അവരിലാണ് അന്ത്യനാൾ സംഭവിക്കുക. അവർ ഏറ്റവും മോശക്കാരായിരിക്കും. വമൻ യത്തഖിദുൽ ഖുബൂറ മസാജിദ്, ഖബറുകളെ മസ്ജിദുകളാക്കുന്നവരുമാണ്. നോക്കൂ, ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിരവധി അനവധി ഹദീസുകളിൽ വിലക്കപ്പെട്ട കാര്യമാണിത്. മുസ്ലിമിൻ്റെ സഹീഹിൽ തന്നെ നമുക്ക് കാണാം, ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുഖഅദൽ ഖബർ അൻ യുജസ്സസൽ ഖബർ വഅൻ യുഖഅദ അലൈഹി വയുബ്ന അലൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിരിക്കുന്നു ഖബറുകൾക്ക് മേൽ കുമ്മായമിടുന്നത്, അതിന്മേലിരിക്കുന്നത്, അതിന്മേലെടുപ്പെടുക്കുന്നത്. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്തപ്പോൾ അബുൽ ഹയ്യാജ് എന്ന തൻ്റെ സൈന്യാധിപനെ വിളിച്ചുകൊണ്ട് പറഞ്ഞത് കാണാം, അല അബ്അസുക അലാ മാ ബഅസനി അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാ തദഅ തിംസാലൻ ഇല്ലാ തമസ്തഹ വലാ ഖബറൻ മുശ്രിഫൻ ഇല്ലാ സവൈതഹ. അല്ലാഹുവിൻ്റെ റസൂൽ എന്നെ നിയോഗിച്ച ഒരു കാര്യത്തിന് ഞാൻ നിന്നെ നിയോഗിക്കട്ടെ, ഒരൊറ്റ രൂപവും നിരപ്പാക്കാതെ, മായ്ച്ചു കളയാതെ വിടരുത്, ഒരു ഖബറും നിരപ്പാക്കാതെ വിടരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ ഏൽപ്പിച്ചു, ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു എന്ന് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വാക്കുകൾക്ക് മേൽ എതിർവാക്ക് പറയാൻ നമുക്ക് എന്തവകാശം? സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്തിമ വസിയത്തുകളാണിത്. നിങ്ങൾ പറയൂ, ഈ നബിയുടെ വസിയത്തുകൾ കാറ്റിൽ പറത്തുന്ന ആളുകൾ എങ്ങനെയാണ് ഞങ്ങളാണ് അഹ്ലുസുന്നത്തി എന്ന് അവകാശപ്പെടുക, ഞങ്ങൾ സുന്നികളാണെന്ന് പറയുക? എന്താണ് സുന്നി എന്ന് പറഞ്ഞാൽ? അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൻ്റെ, സഹാബത്തിൻ്റെ മാർഗത്തിൻ്റെ ഒക്കെ ആളുകളാണ്. ഇതാണോ സഹാബത്തിൻ്റെ മാർഗം? ഒരാൾ മരിച്ചാൽ അയാളുടെ ഖബർ അത് കെട്ടിപ്പൊക്കലാണോ? അത് മസ്ജിദാക്കലാണോ? അവിടെ ചെയ്യുന്ന ഇബാദത്തുകൾക്ക് പ്രത്യേകതയുണ്ട് എന്ന് പറയലാണോ? ഇല്ല, അത് അള്ളാഹുവിൻ്റെ ശാപം ലഭിക്കുന്ന കാര്യമാണ്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്ര കണിശമായി ശക്തമായി താക്കീത് നൽകിയ കാര്യമാണ്.